തങ്കം, നീ എന്തീ കണ്ണാടി മുമ്പ് തപസ് ചെയ്തോണ്ടിരിക്കുകയാണ്? എന്റെ ക്ലീറ്റോ, നിങ്ങൾക്ക് ഈ വെള്ളമായിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി. എനിക്ക് അതാണ്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുങ്ങാൻ കേറിയല്ലേ ഉള്ളൂ. മണിക്കൂർ ഒന്നായി നീ ഒരുങ്ങാനെന്ന് പറഞ്ഞ് കേറിയിട്ട്. എനിക്കാണെങ്കിൽ വന്നിട്ടും വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എന്ത് കാര്യം? ആ നടരാജനായിട്ട് ആ കവലെ പോയിരുന്ന നൊണാച്ചിയും പറയണം. അതല്ലേ നിങ്ങളുടെ കാര്യം? അയ്യോ, ഓ പറച്ചിൽ കേട്ടാതൊന്നും ഇവക്ക് ഭയങ്കര മലമറിക്കണ പണി. നീ വലിയ മെമ്പർ കളിക്കല്ലേ? എങ്ങാണ്ട് മെമ്പറായി എന്ന് പറയുന്നത് ഭയങ്കര. ഇതിപ്പോ ക്ലീറ്റ് എന്തിനാ ആല് പൊക്കണേന്ന് എനിക്കറിയാം. ഓരോ തിരക്കും പറഞ്ഞിട്ട് കൊച്ചിന്റെ സ്കൂളിൽ നിന്ന് വരാൻ പറ്റില്ല. അതല്ലേ കാര്യം? പിന്നെ അത് തന്നെയാണ്. ഇത്ര മുത്ത് പഠിച്ചു കഴിഞ്ഞു. അവളിപ്പം ഇതിന് പഠിക്കാൻ വേണ്ടി പോയി. ഇതുവരെ അവളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടോ നിങ്ങള്? കൊള്ളാം, നല്ല വർത്താനം. ഇങ്ങനെ തന്നെ എന്ത് ചെയ്താലും ചെയ്തില്ല അങ്ങനെ വരുത്തി തീർത്തോളണം. മുത്ത് പഠിച്ചിട്ടായെങ്കിൽ അതിന്റെ കഴിവ് മുഴുവൻ എന്റെ തന്നെ. ഓ ഇട്ടോ നിങ്ങള്. പക്ഷെ ഈ പ്രാവശ്യം കൊച്ചിന്റെ സ്കൂളിൽ വരാതിരിക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അതിന് വരാൻ തന്നെ ഈ പറയണത് ഒന്ന് പെട്ടെന്ന് ഇറങ്ങും. അങ്ങനെ തല്ലിപ്പട സ്ഥലം വരാൻ പറ്റില്ല. എനിക്ക് ഒരുങ്ങണം. ഒഴുങ്ങി നീ എന്തൊരു മറ്റേ ഫാഷൻ ഷോയ്ക്കല്ലേ പോണത്? അതാ ഞാൻ 10 ആൾ അറിയണ മെമ്പറാ. ഫാഷൻ ഷോയ്ക്ക് മാത്രമാണോ? എന്റെ കർത്താവ് മെമ്പർ എന്തോ ഭയങ്കര സംഭവം എന്നാണോ വിചാരം? കിട്ടിയതല്ല, എല്ലാം കിട്ടി. അച്ഛമ്മി ഇങ്ങനെ പോവാന്നെങ്കിൽ കയറെടുക്കേണ്ടി വരും. ചവച്ചു ഉപ്പുന്ന കറിവേപ്പിലൊക്കെ ഒരു കെട്ടിന് 30 രൂപ മേടിക്കുന്നത്. എന്തോ ഇത് പറഞ്ഞു കൊടു, ഇങ്ങോട്ട് പറഞ്ഞു കൊടു. പനടത്തിന്റെ നേട്ടം കാണണ്ട അവരുടെ. എടാ അതെ, ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾക്ക് വേണം, കൊണ്ടുപോയി വോട്ട് കുത്തി കൊടുത്തില്ലേ, ജയിപ്പിച്ചില്ലേ, ഇങ്ങനെയൊക്കെ തന്നെ വരും. കാലാകാലങ്ങളാവുമ്പോഴത്തേനും വിലക്കയറ്റമൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് വ്യക്തികളുടെ വരുമാനം വർദ്ധിപ്പിക്കണം. അല്ലാതെ ഒരു പണിക്കും പോവാതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ വിലക്കയറ്റം പ്രശ്നമായിരിക്കും. കലക്കി തങ്കം ചേട്ടത്തി രാഷ്ട്രീയം പറഞ്ഞ കേട്ടോ. ഒറ്റടകലേ മച്ചമ്മ പോയി. എന്തോന്ന് ചുമ്മാ ഇത് എങ്ങനെ പറഞ്ഞത്? ഇത്രയും എന്റെ കൂടെ അല്ലടാ സഹവാസം എത്ര വർഷമായിട്ട്. അപ്പൊ ഈ വാഴ നനയുമ്പോ ചീരയും നനയും. ആ നനഞ്ഞ് അങ്ങനെ വളർന്നതാണിത്. അല്ലാതെ ഇവക്കെന്ത് വിവരവും വെളിവും വെള്ളിയാഴ്ച ഇരിക്കുന്നു. എന്റെ പൊന്നെ, വീണെടുത്ത് കിടന്ന് ഉരുളാൻ ക്ലീറ്റോനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. കൊച്ചിന്റെ മാർക്ക് പ്രോഗ്രസ് കാർഡ് കാണിക്കുമ്പോഴും ഈ ഇത് കാണണം. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്ന് എന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകും പോലെയാണല്ലോ. പ്രോഗ്രസ് കാർഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്തുള്ള പ്രോഗ്രസ് കാർഡാണ്. കാണാൻ തന്നെ എന്തൊരു ചന്തമെന്നറിയോ. മാർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുമാതിരി മൊബൈൽ നമ്പറിൽ കൂട്ടാം 986674 ചിരി വരും. അതുകൊണ്ടാ ഇപ്പോഴും കടപ്പലാരം നിന്ന് കൊതിയും വിട്ട് നടക്കണത്. 478 അവന്റെ മണ്ടേ കയറിക്കോ. അവൻ എന്തടി ഒരു കുറവ്? എന്താണ് അവനൊരു കുഴപ്പം? അവൻ അന്തസ്സായിട്ടൊരു തൊഴിലുണ്ട്, അതവൻ ചെയ്യണുണ്ട്. അതിന്റെ വരുമാനം കൊണ്ട് കുടുംബം നോക്കണുണ്ട്, ഭാര്യയും മക്കളെ നോക്കണുണ്ട്, പിള്ളേരുടെ പഠിത്തം ഭക്ഷണം എല്ലാം നോക്കണുണ്ട്. എന്താ ഒരു കുറവ് അവർക്ക്? ക്ലീറ്റോ, അതെ അതിന്റെ ഉള്ളിൽ ഇതുണ്ട് റേഷൻ കാർഡ്. അതും എടുത്തേ മറന്നു. തിരിച്ചു വരുമ്പോൾ നമുക്ക് റേഷൻ കടയിലൂടെ കയറിയിട്ട് വരാം. ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. നിന്റെ ഉദ്ദേശം എന്താണ്? സ്കൂളിന്റെ പേരും പറഞ്ഞ് എന്നെ പട്ടിപ്പണി എടുപ്പിക്കാനാണ്? എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ഈ കാര്യം കഴിഞ്ഞിട്ട് ക്ലീറ്റോ അങ്ങ് പോയാൽ മതി. മാർക്കി അങ്ങോട്ട്. പിന്നെ റൊണാൾഡേ, എന്നോട് പറയാനുള്ളത്, ചോറ് വെന്തിട്ടില്ല, വാർത്തിട്ടില്ല. വാർക്കുമ്പോ സൂക്ഷിച്ച് വാർക്കണം കേട്ടല്ലോ. ഇത് പിടിക്കോ? അതേ മാവിൽ വെച്ച അതിനകത്തോട്ട് വയ്യ അങ്ങോട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ലില്ലി ഓല ജീവെന്ന് പറഞ്ഞു. നമ്മുടെ ആ ചായ്പിൽ ഒരു കെട്ട ഓല ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി എടുത്ത് അവളുടെ കൊടുക്കണം കേട്ടാ. ഒന്ന് ഇറങ്ങുവോ? പോകാം, പെട്ടെന്ന് പോട്ടെ. പിന്നെ അല്ല വേണ്ട, അടുത്ത പണി കേട്ടാ. അല്ലെങ്കിൽ ഒരു 2 തേങ്ങയും കൂടി പൊതിച്ചു വെച്ചേക്ക് കേട്ടാ. 2ക്ക് 2 പൊതിച്ചാ മതിയേ. വരുമ്പോ അവലനച്ചു തരാം. പോലെ കട്ടച്ചോളിലും പോയി ബംഗാളിയുടെ കൂടെ എത്ര പ്രാവശ്യം അടിച്ച് വെട്ടി ഉറങ്ങണോ? ഉറങ്ങിയല്ല ലിലിപ്പണ്ണ, എനിക്ക് BP കൂടിയതാണോ തോന്നുന്നു. കൈക്കും കാലിനും ഒരു മന്ദത, കിടക്കണം. ഇതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിലേ ശരീരം ഇളകി എന്തെങ്കിലും ചെയ്യണം. ആഞ്ഞ് വെട്ടിക്ക്. ഇപ്പൊ കൈക്ക് ഇച്ചിരി ഇത് കിട്ടും. സുഹൃത്തെ, ഇത് കമ്പിയല്ല, ഇത് വെറും ഈർക്കലാണ്. ഇതിന് ഈ സമ്മർദ്ദം കൊടുത്താൽ മതി പിച്ചാത്തിക്ക്. അറിയാത്ത പോലെ. അച്ചാച്ച ശരിക്കും എക്സസൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കേട്ടാ. എക്സസൈസസ് ഒരുപാട് ചെയ്തിട്ടാണ് സുഹൃത്തെ ഞാൻ ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഏത് പരുവത്തില്? അറിയത്തില്ല.
എന്റെ വീട് പണിക്ക് പള്ളിക്കവലയിൽ നിന്ന് 101 ചാക്ക് സിമന്റ് മണല് ചുമ്മി എന്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് ഒറ്റ അരിപ്പിക്കാൻ തരിച്ചിട്ട് കൊടുത്തതാണ് ഞാൻ. അത് വെച്ചാ എന്റെ വീട് വെച്ചത് അറിയാവോ? അതെന്തുകൊണ്ട്? റോസ് ചേച്ചി കണ്ണുരുട്ടിയത് കൊണ്ട് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലായിരുന്നു. എനിക്ക് എന്റെ വീട് പണി തീർക്കണമെന്ന് തോന്നി. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവരുത്തേക്കുന്ന എന്തിനാണ്? അടിമപ്പണി ചെയ്യാനാണോ? ഒരു അടിമപ്പണി ചെയ്യണ്ട. ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നാണം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നാളത്തിന് ആ തുണിയെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അയ്യേ കയ്യിരിക്കണ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മാറ്റുന്ന അവസ്ഥയാണ്. ഈ സ്കൂളുകാരെ വായിരിക്കണ കാര്യമൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള പൈസ സ്കൂളിന്റെ കുഴപ്പമാണോ ക്ലീറ്റോ? കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെ തന്നെയാണല്ലോ. അവിടെ മുതൽ ചീത്ത കേട്ടുണ്ട് വരിക ഞാൻ. എന്ത് കാര്യം? ഒന്നും പറയണ്ട. ഒരിടത്തൊക്കെ വരും കാര്യം ഞാൻ പറഞ്ഞാണ്. കൊച്ചിനെ നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാം. അപ്പൊ കേൾക്കൂല. നമുക്ക് മറ്റേ പ്രൈവറ്റ് സ്കൂളിൽ വിട്ടാലെല്ലാം. പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണല്ലോ നിങ്ങള്. ഞാൻ ഇവിടെ എല്ലാവരും എന്നിട്ട് എന്തായി? അഗതി പിള്ളേർക്ക് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത്. കർത്താവിനാണ് ഇവക്ക് ലോകവിവരം ഇല്ലാന്ന് പറയണം. മെമ്പർ എന്ത് മെമ്പറാണെന്തോ. എടി സർക്കാർ സ്കൂളിലെ ക്ലാസ്സുകളെ കുറിച്ച് നിനക്ക് വല്ല അറിയാമോ? എല്ലാം നല്ല ഹൈടെക് സെറ്റപ്പാണ്. അത് വിത്ത് പ്രൊജക്ടർ ഡിജിറ്റല്. അതെ, സർക്കാർ സ്കൂളിന് സെറ്റപ്പേ മാറി. ഉച്ചക്ക് പഴയ കഞ്ഞി ഉപ്പുമാക്കെ മാറി. ചോറ്, ബീഫ്, മുട്ട, പാല്, പിന്നെ അതുപോലെ സ്കൂൾ ബാഗ്, പിന്നെ ബുക്ക് എല്ലാം സൗജന്യമാണ്. കിടക്കാച്ചി യൂണിഫോം വരെ ഫ്രീ ആയിട്ട് കൊടുക്കും. എന്റെ പൊന്നു മോളെ, ഈ പറയുന്ന പോലെ ഈ ചെറുക്കന് പിള്ളേർക്ക് എല്ലാവർക്കും കണക്ക് കുറച്ചും കൂടി വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര പാടാ. അപ്പൊ ഈ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുവച്ചെന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചർമാർ ഇത്രയും പിള്ളേരെ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിക്കോ? പ്രൈവറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ ഫീസ് കൊടുക്കണേലും അവർ നല്ലോണം ഓരോരുത്തരും നോക്കും. പിന്നെ ലില്ലിമോളെ, ഈ കണക്കിൽ പിന്നോക്കം നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ മഞ്ചാടി എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് രസകരമായിട്ട് കണക്ക് പഠിക്കാനും അവരുടെ അതിൻ്റെ കണക്കിലെ സംശയങ്ങൾ ദൂരീകരിക്കാനും പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആദ്യം 100 സ്കൂളുകളിലാണ് തുടങ്ങിയത് പരീക്ഷണാടിത്തത്തിൽ. ഇപ്പൊ അത് 1400 സ്കൂളിൽ ഓർഡർ അയക്കുകയാണ്. ഓർഡറൊക്കെ ആവുമായിരിക്കും. ഈ കെട്ടിടത്തിൽ, ഈ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ പോരെന്ന് വെച്ചാൽ ഏതെങ്കിലും ഓട് പിള്ളേരുടെ തലയിൽ വീണ് എന്ത് കർത്താവേന്ന്. ഒരു നല്ല ക്ലാസ് മുറി ഉണ്ടോടി? നിന്നെ മെമ്പറാക്കി ആളുകൾ ഇത് കേൾക്കരുത്. കേട്ടാ നിന്റെ വോട്ട് തിരിച്ചു കഴിഞ്ഞ് നിന്റെ താഴെ ഇറക്കും. 550 പുതിയ സ്കൂളുകളാണ് ഇപ്പൊ പണിഞ്ഞേക്കുന്നത്. അത് എല്ലാം ഹൈടെക് ഡിജിറ്റൽ വിത്ത് പ്രൊജക്ടർ സംവിധാനത്തിൽ. പഠന സംശയ നിവാരണത്തിന് 55,000 ക്ലാസ് മുറികളാണ് ഇപ്പോൾ ഉള്ളത്. അത് പോരെ? നിലപ്പറയിൽ എന്ത് ചെയ്യണം സർക്കാർ? ശരിയാട്ടാ, ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഡാൻസ് ക്ലാസ്സിലെ ഒരു കൊച്ചു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. അവരെ പാരന്റ്സ് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലോട്ട് മാറ്റി. ആ കൊച്ചു സയൻസിന് ഭയങ്കര പുറകിലായിരുന്നു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചപ്പോ. സയൻസിൽ ആ കൊച്ചിപ്പോ ക്ലാസ് ഫസ്റ്റ്. അതെങ്ങനെ? സയൻസിൽ സംശയമുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് മഴവില്ലെന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ശാസ്ത്രജ്ഞനാവാനായിട്ട് താല്പര്യമുള്ള പിള്ളേർക്ക് വേണമെങ്കിൽ അതിന്റെ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്, പരിശീലനവും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പദ്ധതി. ഇത് വല്ല എവളോട് പറഞ്ഞു എവക്കുമല്ലോ അറിയോ? എന്നാ പിന്നെ അവനെ കൊണ്ടുവന്ന് ആക്ക്. എനിക്ക് എന്താ കുഴപ്പം? ഇനി വർഷം അവസാനിക്കാറായി. ഇനി കൊണ്ടുവന്ന് ഞാൻ ഗവൺമെന്റ് സ്കൂളിലാക്കാൻ പോണു. അടുത്ത വർഷം ചേർക്കാലോ. അതെ, എന്നാ പിന്നെ ഇത് ആദ്യമേ ചേർക്കാൻ പാടില്ലേ? ഇത് ഇപ്പൊ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാ കാര്യം എന്താന്ന്? ഇതാണ് ആദ്യമേ തലേ കഴിച്ചുകൊണ്ട് തന്ന് പറഞ്ഞത്. അപ്പൊ അവള് കേൾക്കൂല. മാത്രമല്ല, പിള്ളേരുടെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് ഇവള് ഏറ്റെടുത്തേക്കല്ലേ, നമുക്ക് തരൂലല്ലോ. അവളെ ഇഷ്ടത്തിന് അവക്ക് തോന്നിയ പോലെ. അതെന്താ, പിള്ളേർ വളർന്ന അങ്ങനെ തന്നെ. രാവിലെ എഴുതിക്കൂല, ഒരടുക്കും ചിട്ടയില്ല. പഠിക്കണം. പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ താല്പര്യമില്ല. കാരണം ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ഇഞ്ചക്ഷൻ കൊടുത്ത് പഠിപ്പിക്കണല്ലേ എവളെ ഇഷ്ടത്തിന്. അതൊരു ഒരു വകതിരിവുമില്ല. ലോക കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് വളരണത്. ഇവളെ പോലെ തന്നെ ഒരു ഉപയോഗമില്ലാതായി പോവും. ഞാൻ എന്റെ പിള്ളേരെ പെറ്റ് വളർത്തി നന്നായിട്ട് വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചത്. ഞാൻ വളർത്തി വഷളാക്കായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അല്ല, നിന്റെ വിവരക്കേടുകൾ വെച്ച് നോക്കിയാൽ അത് തന്നെയാണ്. നീ ഇപ്പൊ എത്ര സ്കൂളിനെ കുറിച്ച് പറഞ്ഞത്? ഈ മുത്തിനെ ഇത്രയും വളർത്തിയതാരാ? ഞാനല്ലേ? അയ്യോ, ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്തോ? അവക്കത് ബുദ്ധിയുള്ളൂ. എന്റെ ബുദ്ധി അവക്ക് കിട്ടിയുള്ളൂ. ഭാഗ്യം. അപ്പം അത് വഷളായി പോയില്ലല്ലോ. ഇനി ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ പിള്ളേരുടെ കാര്യം ഞാൻ ഇങ്ങനെ എടുക്കുന്നില്ല. നിങ്ങളായിട്ട് നോക്കിക്കോ. വെല്ലുവിളിയാ? നീ വെല്ലുവിളിയാ? വെല്ലുവിളിച്ചോന്നല്ലേ? രണ്ടുപേരും കേട്ടല്ലോ. ഞാൻ പിള്ളേരെ വളർത്തി വഷളാക്കി എന്നാ പറഞ്ഞത്. രാവിലെ എഴുന്നേക്കുന്നില്ല, പഠിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, വകതിരിവില്ല. നല്ല വകതിരിവോടുകൂടി നിങ്ങൾ പിള്ളേരെ വളർത്ത്. എന്റെ ചേച്ചി ക്ലീറ്റോ ചേട്ടൻ തമാശ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. ഞാൻ വളർത്തി കാണിച്ചു തരാം. വളർത്തണം. വളർത്തി നിങ്ങൾ ഡോക്ടറാക്കോ, എഞ്ചിനീയർ ആക്കോ, ശാസ്ത്രജ്ഞനാക്കോ, ഇനി കണക്ക് വൈദ്യരാക്കോ. അയ്യോ, വൈദ്യരല്ലടി പോത്തെ, വാദ്യാര്. ഈ വിവരം തന്നെ ഉള്ളത് നമുക്ക്. പിള്ളേർ ഇതുപോലെ ആയി പോവാണ്. ഞാൻ നോക്കണില്ല ഇനി. വെറുതെ ഒരു തർക്കം വേണ്ടായിരുന്നു. തങ്കഞ്ചേട്ടത്തി പണങ്ങി കഴിഞ്ഞ ജുറാസിക് പാർക്കിലെ ദിനോസറിന്റെ കൂട്ടാ ആലറി കൂ കൂടെ കിടന്നുണ്ട്. ഏട്ടാ, ഇതിലും മതളകിയ സാധനങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. തോന്നുന്നില്ല. നീ നോക്കിക്കോ ലിലിമോളെ, അടുത്ത വർഷം മുതൽ പിള്ളേരെ ലെവല് മാറാൻ പോവാണ്.
പിള്ളേർ ഹൈടെക് സെറ്റപ്പിൽ നല്ല ലോക വിവരവും ലോകപരിചയമായിട്ട് വളരും. വളർത്തി ഞാൻ കാണിക്കും. എന്നിട്ട് അവളോട് എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. ഇതെന്തോ ഇത് ഇവിടെയാണോ കൊണ്ടിടാറ്? ഇനി മുതൽ അത് അവിടെ ഇടുന്നത്. ഇതൊന്ന് ഇനി മുതൽ ഇത് ഇവിടെ ഇരുന്നത്. ശിശുക്ഷേമം ഇനി മുതൽ നിങ്ങളല്ലേ നോക്കണേ. ഞാൻ വളർത്തി പിള്ളേരങ്ങ് വഷളായിപ്പോയല്ലോ. അപ്പൊ ഇനി അവരുടെ ഭാവി ശോഭനാക്കണം. കൊണ്ടുപോയി കഴുകിയിടും രാമനാഥാളി. പറഞ്ഞതിന് വെല്ലുവിളിയായിരിക്കും അല്ലേ? അയ്യോ, വെല്ലുവിളിക്കാൻ ഞാൻ മറ്റേ തച്ചോളി തറവാട്ടിലൊന്നും ജനിച്ചതല്ലല്ലോ. നമ്മള് പാവങ്ങള്. ഇത് കൊണ്ടൊന്ന് കഴുകിട്ടോ. നീ ഇനി ഇതൊന്നും ചെയ്യൂല? ഇല്ല, തീരുമാനിച്ചു. അതാ പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞല്ലോ അല്ലേ, ഞാൻ വളർത്തി വഷളാക്കിന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല എന്തടി തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്താൻ മതിയെന്ന്. നിനക്കായിരുന്നല്ലോ തിളപ്പ്. മറ്റേ പ്രൈവറ്റ് സ്കൂളിലങ്ങ് മലമറിക്കും. സമ്മതിച്ചു. എന്റെ ഭാഗത്താണ് തെറ്റ്. അതാണ് ഞാനിപ്പോ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇത് ആരെ പേടിപ്പിക്കണത്? വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ യൂണിഫോം കഴുകിയിട്ടല്ലേ നാളെ അവന് ഉണങ്ങി കിട്ടണം. നാളെ അവന് സ്കൂളിൽ പോകാനുള്ളതാ. 3:45 വണ്ടി വരും. മണി 3:15. ഒരുപാട് പേടിപ്പിക്കല്ലേ. നിന്റെ ഷോ ഉണ്ടല്ലോ, നീ അത് എൻ്റെ അടുത്ത് കാണിക്കണ്ട കേട്ടാ. എന്നെക്കാളും വലിയ ഷോ കണ്ടിട്ടുള്ളവനാണ് ഞാൻ. എനിക്കൊരു പേടിയില്ല. 3:45 സ്കൂൾ വണ്ടി വരും. ചെറുക്കനെ പോയി വിളിക്കാനുള്ളതാ. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്നിട്ട് കഴുകിയാലും മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടി 10 വയസ്സിൽ ഈ തുണിയാലക്കും എല്ലാ ജോലിയും ചെയ്ത് വന്നവനാണ് ഞാൻ. ഓ, ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കൊന്നുമില്ല. ഇതൊരു ആന സംഭവവും ഇല്ല. ആയിക്കോട്ടെ. ഓ, വരട്ടൊന്നും സാവധാനം ചെയ്താൽ മതി. ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കൂല. എടുത്തിയാട്ടാണ്. എനിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ തെറ്റ് തിരുത്തുവാന്ന്. ആ, ഇത് തെറ്റുതിരുത്തലല്ല, ഇത് വൈരാഗ്യം തീർക്കല്. എനിക്കറിയാത്. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്കെതിരെ. നീ ഇപ്പൊ മറ്റേ പാർട്ടിയിലല്ലേ ചേർന്നിരിക്കുന്നത്. അവരുടെ രീതിയും ആദർശവും ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെ വകവരുത്താം? എന്തിനാ ക്ലീറ്റോ നിരുന്ന് പ്രസംഗിക്കാതെ തുണി കഴുകിയിടാൻ നോക്ക്. അല്ലെങ്കിൽ നാളെ ആ കൊച്ചിന് യൂണിഫോം ഉണ്ടാവില്ല കേട്ടാ. ഹലോ. പറയട്ടാ, ഞാൻ പിന്നെ ഇപ്പോൾ വീട്ടിൽ അല്ല പാർട്ടി ഓഫീസിൽ ഒരു ഇച്ചിരി തിരക്കിലാണ്. അല്ല ഇപ്പം കാണാൻ പറ്റൂല നമുക്ക്. നമുക്കേ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അപ്പം മീറ്റ് ചെയ്യാം കേട്ടോ. ആ, ഞാൻ വിളിച്ചോളാം. ചെറുക്കൻ ട്യൂഷൻ കഴിഞ്ഞ് 8 മണിയാകുമ്പോഴാണ് വരുന്നത്. അവനപ്പം വിളിക്കാൻ വേണ്ടി പോകണം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഭക്ഷണം കൊടുക്കണം, ഇച്ചിരി നേരം ഇരുത്തി പഠിപ്പിക്കണം, യൂണിഫോം തയ്ച്ചു വെക്കാനുണ്ടാവും. കോലട്ടാ, ഞാൻ വേറെ കേസ് മറന്നു വഴി. 8 മണിക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കേ നാളെ രാവിലെ ഒരു 7 മണിക്ക് ശേഷം സമാധാനമായിട്ട് കാണാം. ഒരു 7-7:30 അതായിരിക്കും നല്ലത്. ആ, ഞാൻ അപ്പം വിളിക്കാം കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കണം, അവനെ കുളിപ്പിക്കണം, പല്ല് തേക്കണം, രാവിലെ അവന് ഭക്ഷണം വാരി കൊടുക്കണം, ചോറ് പാത്രം കെട്ടണം, സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടണം. 9-9:30 വരെ നല്ല പണിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഏൽക്കുമ്പോഴത്തേനും അതും കൂടിയൊക്കെ ആലോചിച്ചിട്ട് വേണം വെക്കാൻ. മണി 3:15. നീ വായിച്ചിനിപ്പോ വലിയ വിവരം കൂട്ടണ്ട. ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് വിവരമുണ്ട്. പിന്നെ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടാ. ഇതിന്റെ അപ്പുറം ചെയ്തിട്ടുള്ളവൻ തന്നെ ഞാൻ. ഓ, നമ്മളെ പേടിപ്പിക്കുന്നവള്. പുഞ്ചിരിക്ക് മാറ്റുകൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈൻ. പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ, അഡ്വാൻസ്ഡ് ക്ലിയർ അലൈനറുകൾ. ചിരിക്കാൻ ഇനി മടി വേണ്ട. നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചേച്ചി എന്നിട്ട് എന്തേ ഒരു കണക്കിന് നന്നായി. കുറച്ചു സമയം വീട്ടിലെങ്കിലും ഇരിക്കുമല്ലോ. ഓ, വീട്ടിലിരിക്കണതിൻ്റെ ഈ ആണുങ്ങൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവരുടെ വിചാരം എന്ന് പറഞ്ഞാലേ വീട്ടുപണി എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല, നമ്മൾ എന്തോടെ വെറുതെ ഇരിക്കുവാന്നാ.
ഇവിടെ ഏട്ടനും ഉണ്ട് ആ സ്വഭാവം. അതൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. നമ്മൾ ഈ മാതിരി കിടന്ന് കഷ്ടപ്പെടണം. നീ കാണില്ലേ ഈ വീട്ടിലെ പണിയും ഈ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ ഞാൻ ഈ എല്ലാ പണിയും കഴിച്ച് ഈ മുത്തിനെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ എന്താ പാടുന്നറിയോ? ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ നമ്മുടെ കുഴപ്പം. നമ്മൾ വളർത്തി വഷളാക്കി ഫുൾ ഡ്യൂട്ടി ഏറ്റെടുത്ത ഏറ്റെടുത്ത്. ഇപ്പതേ നേരം വെളുത്തിട്ട് കുണ്ടി താഴെ വെച്ചിട്ടില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ അവനെ വിളിക്കാൻ പോണം, കുടുവിനെ. അവര് വല്ലതും ഉണ്ടാക്കി വെച്ച. നീ ഒന്ന് പറഞ്ഞേ 3:45 അവൻ വരാറായില്ലെന്ന് ചോദിക്കേ. ക്ലീറ്റോ ചേട്ടാ, ആ ക്ലീറ്റോ ചേട്ടാ. ഓ എന്താ? 3:45 അവനെ വിളിക്കാൻ പോണ്ടേ? ആ ലിലുമോളെ, ഞാനേ ആ അവന്റെ തുണിയുണ്ടല്ലോ, അത് തുണിയെ കഴുകി വിരിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞില്ലേ ഇതുവരെ? എത്ര സമയം? ഇല്ല, അതെ കുറച്ചധികം ഉണ്ടായിരുന്നല്ലേ. ശീലമില്ലാത്തതുകൊണ്ടാ. ഇനിയിപ്പൊ സ്പീഡ് ചെയ്യും. നീയേ ജംഗ്ഷനിലും എല്ലാം പോകണ്ട. എന്തിനാ? പോണെങ്കിൽ ഒന്ന് അവനെ വിളി. അയ്യോ ഇല്ല, ഏ അയ്യോ പാല് അടപ്പത്തിരിക്കുന്നു, മറന്നുപോയി ഞാൻ. ഓ, നിന്റെ പാല് തിളച്ചല്ലേ, അതിനടുത്ത് ഉച്ചത്തലയെ കൂടെ എടുത്ത് ഒഴിച്ചോട്. സത്യം? നിനക്ക് പോണമെന്ന് മനസ്സ് വന്നാലും പോരുത്, നിനക്ക് ഓതി തരണത് ഞാൻ കണ്ട്. വേണ്ട വേണ്ട വേണ്ട, ആരും പോണ്ട, ആരെയും സഹായം വേണ്ട, എന്റെ കൊച്ചിനെ ഞാൻ വിളിച്ചോളാം. എടാ മകളെ റൊണാൾഡോ, എടാ അതെ എടാ അവനൊന്ന് വിളിച്ചിട്ട് വേടാ തക്കുടുവനെ. അവൻ ഇപ്പൊ ബസ് അവിടെ വരുവാ. അയ്യോ ഒട്ടും വയ്യ, വയറ് വയ്യ. അവിടെ ക്രിക്കറ്റ് വേണ്ടി കൈയടിച്ച വയറിളക്കം, ലൂസ്മോഷൻ. അയ്യോ എങ്കിലും ആവശ്യത്തിന് ഒന്നിനെയും കിട്ടൂല, എനിക്കറിയാം. തക്കുടു നീ ഒന്ന് അടങ്ങുന്നത് വേവട്ടെ, ഇത് വെന്തിട്ട് തരാം. തീ അടിച്ചിട്ടേ വെന്തിട്ടേ അത് തിന്നാൻ പറ്റുള്ളൂ. ഇത് വേണോ? ഫുള്ള് കഴിച്ച് തീർത്തോളണം കേട്ടല്ലോ. എങ്ങനെയുണ്ട്? എന്തിനാടി കട്ട കട്ട പോലെ ഇരിക്കുന്നേ? അമ്മ തരുമ്പോ ജ്യൂസി ആയിട്ടാ. ഇത് ഇങ്ങനെ വേണം ഇത് കഴിക്കാൻ. ഇതിന് ഇത്രയും വേവണം. ഇതിൻ്റെ ഒരു പാകവും അളവൊക്കെ ഉണ്ട്. അത് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവരുണ്ടാക്കുമ്പോൾ അങ്ങനെ ജ്യൂസായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ കഴിച്ചുകൂടാ, അത് വയറിന് ദോഷമാണ്. ദഹിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും അങ്ങോട്ട്. ഡാഡി നാളെ ലഞ്ചിനെ മാമ്പഴ പുളിശ്ശേരി തരണേ. മാമ്പഴ പുളിശ്ശേരി ഇപ്പം മാമ്പഴമൊന്നും കിട്ടുന്ന സമയമല്ല. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വയ്ക്കാം, അത് സീസൺ ഉണ്ട് അതിന്, അപ്പോഴും നമുക്ക് വയ്ക്കാം. ആര് പറഞ്ഞു? ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ കണ്ടല്ലേ അവിടെ കട വെച്ചോണ്ടിരിക്കണേ. ഓ ഇതാണ് നിന്റെ കുഴപ്പം. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വായി നോക്കി കടകളിൽ അവിടെ ഇവിടെ നോക്കി ഇങ്ങനെ നടക്കണം. ചുമ്മാ അല്ല നിനക്ക് എല്ലാത്തിനും മാർക്ക് പറയണത്. ഇങ്ങനെ സ്കൂളിൽ പോയി തരാ പോരാ അവിടെ ഇവിടെ വായി നോക്കിക്കോളണം. നാളെ ചമ്മന്തിയും ചോറ് രസം മുട്ട പൊരിച്ചത് അത്രേ ഉള്ളൂ. മാമ്പഴ പുളിശ്ശേരി വേണം. ഇവിടെ ഈ പറയണ മനസ്സിലാക്കിക്കൂടെ? മാമ്പഴത്തിന് അതിൻ്റെ കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങാടി തോറ്റന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ആ കാര്യം പറയണം, അല്ലാതെ മാമ്പഴം കിട്ടൂല, മാർക്ക് കുറവ്. എന്തിനാന്നാവും. നിനക്ക് നാളെ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി തരും കേട്ടാ. കേട്ടാ. നാളെ എന്റെ മലയാളം പഠിപ്പിക്കണം മഞ്ജുഷ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നാളെ മറ്റേ മാമ്പഴ പുളിശ്ശേരി കൊണ്ടുവരാന്ന്. ആ ടീച്ചറിന് എന്നെ ഭയങ്കര ഇഷ്ടമാ. ആ മാമ്പഴ പുളിശ്ശേരിയോട് കൂടി ആ ഇഷ്ടം അങ്ങ് നോക്കോളൂ. പിന്നെ ഈ ടീച്ചർമാരുടെ അടുത്ത് നീ ഇത് കൊണ്ടുവരാന്നൊന്നും അങ്ങനെ പറയണ്ട. ഇവിടെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കൊണ്ടുപോയ മിസ്സുമാർക്ക് വേണമെങ്കിൽ കൊടുക്കുക കേട്ടാ. നാളെ പക്ഷെ നിനക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരും ഞാൻ. രാവിലെ എണീറ്റ യൂണിഫോമൊക്കെ എടുത്ത് ഇട്ടോളാം, ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടല്ലോ.
അതിന് ഡാഡി ഡാഡി എന്ന് വിളിക്കണ്ട. നാളെ വെള്ള യൂണിഫോം ആണ്. നാളെ ബുധനാഴ്ച. എന്നാ പിന്നെ അതൊന്ന് പറഞ്ഞു തന്നൂടെ ഡാഡിയുടെ അടുത്ത്? അയൺ ചെയ്ത് വെച്ചില്ലേ മറ്റത്? ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കാൻ ഇനി ആൾക്കാരെ വാടകയ്ക്കൊന്നും കിട്ടൂല. ചെറുക്കൻ ഇന്നലെ അല്ല സ്കൂളിൽ പോയി തുടങ്ങിയത്. അതുപോലെ അത് അഴുക്കായി കിടക്കുകയാണ്, അത് കഴിവില്ലല്ലോ. ഇനിയിപ്പോ നാളെ ഇത് തന്നെ ഇട്ടോണ്ട് പോയാൽ മതി കേട്ടോ. ബുധനാഴ്ച അത് ഇട്ടോണ്ട് പോകാനേ പറ്റൂ. അത് കുഴപ്പമൊന്നുമില്ല. അത് ഒരു ദിവസം കൂടെ അത് യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞൊന്നും സംഭവിക്കുകയൊന്നുമില്ല. തക്കടു, നാളെ ചോറ് കൊണ്ടാണുള്ള പാത്രം എടുത്ത് കഴുകി വെച്ചാ ബാഗിൽ അങ്ങനെ തന്നെ ഇരിക്കുമായിരിക്കും. അച്ഛാ ഡാഡി വെക്കുമല്ലോ. സോപ്പിട്ട് കഴുകി വെക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. അത് കഴുകിയിട്ട് ഇച്ചിരി നേരം തിളച്ച വെള്ളത്തിലൊക്കെ ഇടണം. കൊച്ചിന്റെ പാത്രമാ. തക്കളു, മാമ്പഴ പുളിശ്ശേരി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം നീ മുടി ചെയ്യില്ലേ ഇതുവരെ? ഇല്ല. നിനക്ക് മുടിയെങ്കിലും ഒന്ന് ചെയ്യൂടെ? ഓ അമ്മ 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 എല്ലാം അമ്മ. സോക്സിന് ഞാൻ ഇട്ട് തന്നല്ലേ, അതിനെ വലിച്ചഴിച്ചാ നേരെ ഇട്ട് തന്നല്ലേടാ. ഷൂസ് എടുത്തിട്ടില്ലേ നീ? ഓ നിന്റെ കാര്യം ആദ്യം അടങ്ങിതില്ലേ നീ? മുടിയും ചെയ്ത് അറിഞ്ഞൂടാ, ഒരു വകയാണൂടെ എല്ലാം അമ്മ അമ്മ അമ്മ. മുതുക്ക് കാളയായി. സ്വന്തം ഒരു വകയും ചെയ്യരുത് കേട്ടാ. നിന്നെ പഠിപ്പിച്ച് വഷളാക്കി വെച്ചേക്കാണ് നിന്റെ അമ്മ. ഒരു പൗഡർ എടുത്തിടാനും നിനക്ക് അറിഞ്ഞൂടെ അല്ലേ? പിന്നെ എന്തോതിന് അറിയാൻ നിനക്ക്? എവിടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്? ഷൂസ് എവിടെ? തോന്നുന്നു എവിടെ കൊണ്ട് വെച്ചത്? എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ഇതൊരു കഷ്ടമാണിത്. കിട്ടിയാ? എന്തോന്നടാ ഇത്? നീ സ്കൂളിൽ കിളക്കാനാണോ പോണത്? ഇത് എന്തോന്ന് തഴുക്ക്? ഇനി ഞാൻ പറഞ്ഞില്ല അത് വേണ്ട കേട്ടാ. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട് ഇതിന് തുടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാ നീ എങ്ങനെ പിന്നെ വഷളാക്കി കളഞ്ഞു, വഷളാക്കി കേട്ടാ. ഒരു പുകയ്ക്കും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞുകൂടെ. എല്ലാത്തിനും 4-5 കയ്യാൾ വേണം. ഇത് ഇതങ്ങോട്ട് ഇട് കാലില് അടുപ്പിൽ. ഓ ആ സാധനം ഇനി അത് അയ്യോ ഡാഡി നോട്ടൊക്കെ എടുത്ത് വെച്ചാ? മനുഷ്യനെ 2 കൈയാണുള്ളത്, അല്ലാതെ 4 കൈയൊന്നുമില്ല. ഇതെല്ലാം കൂടെ വെക്കാം. വെച്ചു. ഈ 2 കൈയല്ലേ അമ്മയ്ക്കുള്ളേ? അമ്മ എനിക്കെല്ലാം ചെയ്തു തരുമല്ല. കുഞ്ഞിന് മാമ്പഴ പുളിശ്ശേരി കിട്ടിയോ? ഹായ് മാമ്പഴ പുളിശ്ശേരി. അതൊക്കെ അമ്മ ലില്ലി മാമിയുടെ അടുക്കളയിലിട്ടുണ്ടാക്കി. സമയം ഒന്ന് വെള്ളമെടുത്ത്. മിസ്റ്റർ ക്ലീറ്റസ് കണ്ടുപഠിക്ക്. വണ്ടി വരാറായേ, സൈഡിൽ തന്നെ നിൽക്കണം കേട്ടാ. ടാറ്റാ ഡാഡി. അതെ, കൈയൊന്ന് കാണിക്കുവോ? ആ കൈയൊന്ന് കാണിക്കുവോ? സമ്മതിച്ച്. ഈ കൈ ഓടിയെത്തുമ്പോൾ ഈ കൈ ഓടിയെത്തൂല കേട്ടോ. ശിശു സംരക്ഷണം ശിശു സംരക്ഷണം താങ്കൾക്ക് എന്നെ തന്നിരിക്കുന്നു. താങ്കളുടെ കയ്യിലാണത് ഭദ്രം.